ഒരു ഭയങ്കരമായ വൈബാണ് കേട്ടോ. ഈ കാടും ഈ പരിസരവും കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പക്ക ഒരു കാവിൻ്റെ ഫീലില്ലേ, പറഞ്ഞാൽ വിശ്വസിക്കില്ല. നോക്കിയേ, മലമുകളിലുള്ള ഈ കിണറിൽ ഇപ്പോഴും നിറയെ വെള്ളമുണ്ട്. നിങ്ങൾക്ക് കാലത്ത് വരികയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. കയ്യിലൊരു ടോർച്ചൊക്കെ കരുതുന്നത് വളരെ നന്നായിരിക്കും. മരക്കൂട്ടം കാണുന്നുണ്ടാവും. ഇതിനപ്പുറമാണ് അയ്യപ്പൻ്റെ അമ്പലമുള്ളത് കേട്ടോ. ധനുമാസം 9-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ ആ സമയത്താണ് ഇവിടെ അയ്യപ്പൻ വിളക്ക് എല്ലാ വർഷവും നടത്താറുള്ളത്. ഒരുപാട് കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും ഈ മല കയറി വരുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. അടിപൊളിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നിഖിൽ വിജയൻ. അടിപൊളി ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നെന്മാറ വല്ലങ്ങി വെടിക്കെട്ട് നടത്തുന്ന ആ ഏരിയയിലാണ് കേട്ടോ. ഇതവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നെല്ലിക്കുളങ്ങര ക്ഷേത്രമാണ്. ഈ പാടത്തൊക്കെയാണ് ഏപ്രിൽ മാസത്ത് ഇവിടെ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് ഉണങ്ങി നിൽക്കുന്ന ആ സമയത്താണ് ഇവിടെ വെടിക്കെട്ടൊക്കെ നടത്താറ്. പക്ഷെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്, ഇവിടെ വേലയ്ക്കൊക്കെ വരുന്നവർ എപ്പോഴും അവരുടെ കണ്ണിൽ കാണുന്നതാണ് ഇവിടെ ഒരു മല. ഇതാണ് ആദനാട് അയ്യപ്പൻ്റെ മല. അപ്പോൾ നമ്മളിന്ന് ഈ മലയിലേക്കാണ് കേട്ടോ ട്രക്കിങ് പോകുന്നത്. നല്ല കാഴ്ചയാണ്. എൻ്റെ ചെറുപ്പകാലം മുതൽക്കൊക്കെ ഈ മല ഞങ്ങൾ കയറാറുണ്ട്. ഈ മലയുടെ മുകളിൽ കുഞ്ഞ് അയ്യപ്പ ക്ഷേത്രം ഉണ്ട് കേട്ടോ. എല്ലാ വർഷവും ധനുമാസം 9-ാം തീയതി ഇവിടെ അയ്യപ്പൻ വിളക്ക് നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ആദനാട് മലയുടെ കാഴ്ചയിലേക്ക്. നെന്മാറ വല്ലങ്ങിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നെല്ലിപ്പാടം റോഡ് ഇവിടെ കാണാൻ സാധിക്കും. വല്ലങ്ങിലുള്ള ശരവണഭവ ഹോട്ടലിൻ്റെ നേരെ വലതുവശത്തു കൂടെ കാണുന്ന റോഡിലൂടെ വന്ന ഈ പറഞ്ഞ നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിന് മുന്നിലൂടെ ഈ പറഞ്ഞ ഒരു റോഡുണ്ട്. ഇതിലൂടെ പോയി കഴിഞ്ഞാൽ നേരെ ആദനാട് മലയിൽ എത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ആദനാട് മലേൻ്റെ കവാടത്തിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് ലൊക്കേഷൻ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കയറി പോവുകയാണ്. ഇവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മുടെ നാട്ടുകാരും കുടുംബക്കാരും ഒക്കെയാണ് കേട്ടോ. നമസ്കാരമുണ്ട് ചന്ദ്രേട്ടാ. തിരക്ക്. ചന്ദ്രേട്ട നമ്മുടെ സുഹൃത്താണ്, നമ്മുടെ അച്ഛൻ്റെ സ്ഥാനമാണ്. ഓക്കെ അമ്മ, പിന്നെ എന്തൊക്കെയാണ് വിശേഷം? നല്ല വിശേഷം. നമ്മളെ കണ്ടതും മനസ്സിലായി. നമ്മളിവിടെ ഒരു ആൽബം ഷൂട്ട് ചെയ്യാനായിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുതലേ എന്നെ കണ്ടതായിട്ട് അമ്മയ്ക്ക് ഓർമ്മയുണ്ട് കേട്ടോ. അപ്പം അമ്മ, ഞാൻ മുകളിൽ പോയിട്ട് എല്ലാ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം. ശരി എന്നാൽ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദനാട് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെയൊക്കെ ഇവിടെ മണ്ണും കല്ലും മാത്രമായിരുന്നു. ഇപ്പം ഇങ്ങനെ ചെറിയ റോഡൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ സൈഡൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ട്. ഇനി ഡിസംബർ 25, അതായത് ധനു 9-ാം തീയതി, എല്ലാ വർഷവും മലയാള മാസം ധനു 9-ന് ഇവിടെ അയ്യപ്പൻ വിളക്ക് നടത്താറുണ്ട് കേട്ടോ. അതാണ് മല മുകൾ. അവിടെ കുറേ അതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അത്ര കാണുന്നില്ല. നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. അത്യാവശ്യം സ്റ്റെപ്പുകളൊക്കെ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. നമുക്കിങ്ങനെ കയറി ചെന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം 3 മണിയാണ് സമയം. ഓക്കെ, ഹലോ. കണ്ടില്ലേ, ഇവിടെ വന്നു കഴിഞ്ഞാൽ വേറെ ഒരു വൈബാണ്. ഇങ്ങനെ ഇടതൂർന്ന മരങ്ങളും നല്ല തണലാണ് കേട്ടോ ഇവിടെ. എൻ്റെയൊക്കെ ചെറുപ്പകാലം മുതൽ ഞങ്ങളിവിടെ വർഷത്തിലൊരിക്കൽ ഇവിടെ കയറാനായിട്ട് ഭയങ്കര ആകാംക്ഷയോടെ വരാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ളും കടകളും ചെറിയ 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 കളിപ്പാട്ടങ്ങളൊക്കെ വിൽക്കാനായിട്ട് ഒരുപാട് പേര് ഇവിടെ ഇരിക്കുന്നത് കാണാനും സാധിക്കും. നെന്മാറക്കാർക്കൊക്കെ ആദനാട് മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ്. ഇനിയിപ്പോൾ എന്തായാലും ഒരാഴ്ച കഴിഞ്ഞാൽ ഇവിടെ അയ്യപ്പൻ വിളക്കാണല്ലോ. അതിന് വേണ്ടി ഇവിടെയൊക്കെ വെട്ടിത്തെളിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വഴിയെല്ലാം. ആദനാട് മല കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ നോക്കിയേ, പാറക്കെട്ടുകളും ചെറിയ മരങ്ങളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സ്ഥലം. നിങ്ങൾക്കൊക്കെ ഒരു 1 ഡേ ട്രക്കിംഗ് ഒക്കെ വരാൻ പറ്റും ഇവിടെ. ധനുമാസം 9-ാം തീയതി, അതായത് ക്രിസ്മസിൻ്റെ ആ സമയത്താണ് ഇവിടെ അയ്യപ്പൻ വിളക്ക് എല്ലാ വർഷവും നടത്താറുള്ളത്. ഒരുപാട് കുട്ടികളും പ്രായമുള്ളവരും എല്ലാവരും ഈ മല കയറി വരുന്നുണ്ട്. ഈ വല്ലങ്ങി നെന്മാറയുടെ പരിസര പ്രദേശങ്ങളായ മേലാർകോട്, അയിലൂര്, കൊല്ലംകോട്, കരിങ്കുളം, പല്ലാവൂർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആദനാട് മല കയറാനായി ഇവിടെ ഒരുപാട് ആളുകൾ എല്ലാ വർഷവും മല കയറാൻ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ മൊത്തം കാടാണ് ഫ്രണ്ട്സ്, നോക്കിക്കേ.
അപ്പോൾ ഇവിടെ വഴി കാണുന്നുണ്ട്, നമുക്കിതിലേക്ക് കയറി ചെല്ലാം. കഴിഞ്ഞ വർഷം നമ്മൾ ആദനാട് മലയെ വെച്ചിട്ടൊരു ആൽബം ഷൂട്ട് ചെയ്തിരുന്നു അജേഷ് പ്രഗതിയുടെ സംവിധാനത്തിൽ. ആ ആൽബത്തിൻ്റെ പേര് കല്ലടിക്കോട് നീലി എന്നായിരുന്നു കേട്ടോ. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് കേട്ടോ. ആദനാട് മലയ്ക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്ന ഈ ഒരു മരം കൂട്ടം കൊണ്ടുള്ള ഗുഹ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നോക്കിയേ, ഒരു കാവിൻ്റെയൊക്കെ ഫീലില്ലേ. ഞാൻ നന്നായി കിതയ്ക്കുന്നുണ്ട്. ഈ ആദനാട് മലയുടെ ഇവിടെ ഒരുപാട് ഫോറസ്റ്റിൻ്റെ ഏരിയയൊക്കെ ഉണ്ട്. ഇതെല്ലാം വേലി കെട്ടി തിരിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഫുള്ളും സീമക്കൊന്നകളാണ് കേട്ടോ. വീടിനടയാളം സീമക്കൊന്ന എന്നൊക്കെ കേട്ടിട്ടില്ലേ. ആദനാട് മല എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വല്ലങ്ങി നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്ത് തന്നെയാണ്. അവിടെ നിന്ന് ആരെടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും. അളുവശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആദനാട് അയ്യപ്പൻ്റെ അമ്പലം. എങ്ങനെയുണ്ട് ഈ സ്ഥലം? പക്ക ഒരു കാവിൻ്റെ ഫീലില്ലേ, സൂപ്പറാട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് ഈ സ്ഥലം അറിയും, എങ്കിലും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർക്കൊക്കെ കുറച്ചെങ്കിലും അറിയണ്ടേ ഈ സ്ഥലത്തിനെ പറ്റിയിട്ട്. അത് കാരണമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് എത്തിക്കുന്നത്. പക്ഷെ ഒരു തവണയെങ്കിലും നിങ്ങളെല്ലാവരും വന്ന് കണ്ടുപോകേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ആദനാട് കുന്ന്, അല്ലെങ്കിൽ ആദനാട് മല എന്നും പറയും. സിനിമാക്കാർക്കും ആൽബം ഷൂട്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ് കേട്ടോ. കരിമ്പനകളുടെ നാട് എന്നാണല്ലോ പാലക്കാട് അറിയപ്പെടുന്നത്. കണ്ടില്ലേ, നമ്മുടെ ആദനാട് കുന്നിൻ്റെ മുകളിലും കരിമ്പനകൾ ഉണ്ട്. നമുക്ക് സൺസെറ്റ് ആകുമ്പോഴത്തേക്കും മുകളിൽ കയറി തിരിച്ചു വരുകയും വേണം. ഈ വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ ഒരല്പം നേരം നമുക്ക് ഇരുന്നാലോ, നല്ല സുഖമായിരിക്കും. വീടുകൾക്ക് ആവശ്യമുള്ള വിറകുകൾ ശേഖരിക്കാനായിട്ട് ഇവിടെ ഒരുപാട് പേര് വരാനുണ്ട്. ഓക്കെ, അതായത് കാട്ടിലെ മരങ്ങൾ മുറിക്കണു എന്നല്ല അതിനർത്ഥം. താഴെ വീണ് കിടക്കുന്നതൊക്കെ അവരൊന്ന് അയർത്ത് ഇതുപോലെ ഓരോ ഭാഗത്തായിട്ട് വെച്ചിട്ട് പിന്നെ ഒന്നിച്ച് കെട്ടി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. നമ്മൾ ഏകദേശം ആദനാട് മലൻ്റെ മുകളിൽ എത്താറായിട്ടുണ്ട്. മരക്കൂട്ടം കാണുന്നുണ്ടോ? ഇതിനപ്പുറമാണ് അയ്യപ്പൻ്റെ അമ്പലമുള്ളത് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ചെല്ലാം. പകുതി ദൂരം എത്തിയപ്പോൾ തന്നെ നമുക്കൊരു കിടിലൻ കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. താഴെ കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് ഫുള്ളും വല്ലങ്ങി നെന്മാറ ഏരിയയാണ്. നോക്കി, ആദനാട് വിളക്ക് അല്ലെങ്കിൽ ആദനാട് അയ്യപ്പൻ വിളക്കിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ വഴിയെല്ലാം വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി വെച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെ ആദനാട് മലേൻ്റെ തെക്ക് വശത്ത് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദൂരെ നെല്ലിയാമ്പതി മല കാണാൻ സാധിക്കും. അതിൻ്റെ താഴെയായിട്ട് പോത്തുണ്ടി ഡാമുണ്ട്. അത് കുറച്ചുകൂടെ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റും. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ക്ഷീണം മാറാനായിട്ട് ഇവിടെ ഒന്ന് ഇരുന്നതാണ് കേട്ടോ. നല്ല ആംബിയൻസാണ്, കണ്ടില്ലേ? ഒരു കുഞ്ഞ് കാടാണ് നമ്മുടെ ആദനാട് കുന്ന്. അപ്പോൾ ഈ ക്ഷീണം മാറുന്ന ഈ ഗ്യാപ്പിൽ ഒരു കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ വർഷവും ധനു 9-ാം തീയതി ആദനാട് മലയിലേക്ക് ഒരുപാട് ആളുകൾ ഇവിടുത്തെ വിളക്കിനായിട്ട്, അതായത് അയ്യപ്പൻ വിളക്കിനായിട്ട് കയറി വരാറുണ്ട് കേട്ടോ. ശബരിമലയ്ക്ക് പോകുന്ന പോലെ തന്നെ അതിൻ്റെ അതേപോലെ തന്നെ വ്രതം എടുത്ത് തുല്യ പ്രാധാന്യം കൊടുത്ത ആളുകൾ വന്ന് കയറി ഇറങ്ങുന്ന ഒരു മലയാണ് നമ്മുടെ ആദനാട് മല. വ്രതമൊക്കെ എടുത്ത് മാലയിട്ട് ഇരുമുടി കെട്ടൊക്കെ ഏന്തി ഭജനയും പാട്ടുകളൊക്കെ ആയിട്ട് ഒരുപാട് സ്വാമിമാർ ഈ മല ചവിട്ടി കയറാറുണ്ട്. അങ്ങനെ ഒരല്പം ക്ഷീണമൊക്കെ മാറ്റി നമ്മൾ വീണ്ടും നടന്ന് തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുപ്പ് കൂട്ടിയതൊക്കെ കാണാൻ സാധിക്കും. ചിലപ്പോൾ എന്തെങ്കിലും ഭക്ഷണം പാചകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പണിക്ക് വരുന്നവർ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് ഉപയോഗിച്ച അടുപ്പുകളാവാനാണ് കേട്ടോ സാധ്യത. ഇപ്പം നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം കാണാൻ സാധിക്കും. കൂടാതെ ഈ പച്ച പരവതാനി പോലെ വിരിഞ്ഞു കിടക്കുന്ന ഈ പാടത്താണ് നെന്മാറ വല്ലങ്ങി വേലയുടെ വെടിക്കെട്ട് നടക്കാറുള്ളത്.
അങ്ങ് ദൂരെ ബസ് സ്റ്റാൻഡും പരിസരവും പിന്നെ അങ്ങ് ദൂരെ വീഴുമലിയ ആലത്തൂരെല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ഇവിടുത്തെ അയ്യപ്പൻ വിളക്കിന് കയറി വരുന്ന ഭക്തർക്ക് വേണ്ടിയിട്ട് ഇവിടെ 2 ദിവസത്തെ വിപുലമായ പരിപാടികളാണ് നടത്താറുള്ളത്. അതായത് എല്ലാ വർഷവും മലയാളം മാസം ധനു 9-നാണ് ഇവിടുത്തെ അയ്യപ്പൻ വിളക്ക്. അന്നത്തെ ദിവസം ഇവിടെ എല്ലാവരും മല ചവിട്ടി വരാറുണ്ട്. മാലിയേട്ട സ്വാമിമാരും എല്ലാം കെട്ടൊക്കെ നിറച്ച് ഭജനയും പാട്ടൊക്കെ പാടി ഈ മല കയറി വരാറുണ്ട്. കൂടാതെ തന്നെ അതേ ദിവസം രാത്രി മുതൽ ഇവിടെ അയ്യപ്പൻ പാട്ടും എല്ലാം അരങ്ങേറാറുണ്ട്. പിന്നെ അന്നദാനവും എല്ലാം ഇവിടുത്തെ പ്രാധാന്യമാണ്. പിറ്റേ ദിവസം പുലർച്ചെ വരെ ഇവിടുത്തെ അയ്യപ്പൻ വിളക്ക് മഹോത്സവം അതിഗംഭീരമായിട്ട് നടത്താറുണ്ട്. അങ്ങനെ നമ്മൾ ഏകദേശം ആദനാട് മലയുടെ മുകളിലെത്തിയിട്ടോ. ഇവിടെ നിന്ന് തന്നെ നമ്മുടെ നെന്മാറാവ് അല്ലെങ്കിൽ പട്ടണത്തിൻ്റെയും ഗ്രാമത്തിൻ്റെയും കാഴ്ചകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ നെല്ലിയാമ്പതിയിലെ സീതാകുണ്ട് വ്യൂ പോയിൻറ്റിൽ പോയിട്ട് ആ കൊല്ലങ്കോട് പ്രദേശമൊക്കെ കാണുന്ന പോലെയുള്ള മറ്റൊരു മനോഹര കാഴ്ച. അങ്ങനെ നമ്മുടെ നെന്മാറാവ് അല്ലങ്ങിയിലുള്ള അതിപ്രശസ്തമായ ആദനാട് മലയുടെ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അയ്യപ്പൻ്റെ ക്ഷേത്രം അങ്ങ് ദൂരെ നമുക്ക് ആ കാടിൻ്റെ അപ്പുറത്താണ് കാണാൻ സാധിക്കുക. ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കൂട്ടം കല്ലും പാറക്കെട്ടൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ആദനാട് മലയിലുള്ള കല്ലിടാംകുന്ന് എന്ന് പറയുന്ന സ്ഥലം. നമ്മുടെ ശബരിമലയിലും ഇതേ കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഭഗവാനോ ഭഗവതിയുടെയോ പ്രതിഷ്ഠ കൂടെ ഉണ്ട് കേട്ടോ. ആ തുളസിത്തറയാണ്. നോക്കിയേ, ഇവിടെ എന്നും പൂജ ചെയ്യാറുണ്ട്. നോക്കിയേ എന്ത് ഭംഗിയാണെന്ന്. ഇതുപോലുള്ള കാഴ്ചകൾ സ്വപ്നങ്ങളിൽ മാത്രം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? നമ്മുടെ ആദനാട് മലയുടെ പ്രകൃതി ഭംഗിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കി, ഈ ഭാഗത്തും ഒരു കുഞ്ഞു കാവ് പോലുള്ള കാട്, ഈ ഭാഗത്തും അത്യാവശ്യം കാട്. നേരെ നോക്കിക്കഴിഞ്ഞാൽ മുകളിലെല്ലാം മരത്തിൻ്റെ കുട വിരിച്ച് നിൽക്കുന്ന ആദനാട് അയ്യപ്പൻ്റെ കുന്ന്. നമുക്കിനി കുറച്ചുകൂടെ നടക്കാനുള്ളൂ കേട്ടോ. അങ്ങനെ ഈ കുഞ്ഞ് കാടും പുറകോട്ട് തള്ളി നമ്മൾ ഏകദേശം ആദനാട് മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. സ്വാമിയെ ശരണമയ്യപ്പ. തണൽ മരങ്ങൾ മുറിക്കരുത്. സത്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ഭംഗിയുള്ളൊരു പ്രകൃതി ഇവിടെ നിൽക്കുമ്പോൾ അതിനെല്ലാം നശിപ്പിക്കാൻ നോക്കുന്നത് നമ്മൾ മനുഷ്യൻ്റെ ഒരു കടമ എന്ന രീതിക്കാണല്ലോ. അപ്പോൾ അതെല്ലാം ഒഴിവാക്കുക. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക് വേസ്റ്റോ മറ്റുള്ള മാലിന്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല കേട്ടോ. പക്ക എക്കോ ഫ്രണ്ട്ലിയാണ്. കൂടാതെ എനിക്ക് പറയാനുള്ളത്, ഡിസംബർ 25 ക്രിസ്മസ് ദിവസത്തിൽ ഇവിടെ അയ്യപ്പൻ വിളക്ക് നടക്കാൻ പോവുകയാണല്ലോ. വരുന്നവർ ശ്രദ്ധിക്കുക, ദയവ് ചെയ്ത് വേസ്റ്റൊന്നും ഇടാതെ മാക്സിമം ക്ലീനാക്കി വെക്കാൻ നോക്കുക കേട്ടോ. പ്രത്യേകിച്ച് ഇതുപോലുള്ള പരിസ്ഥിതി അനുയോജ്യമായ സ്ഥലത്തൊക്കെ. ഓക്കെ, അങ്ങനെ അടിപൊളി ചങ്കുകളെ നമ്മൾ നടന്ന് ഇതാ ആദനാട് മലയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. അങ്ങ് ദൂരെ നിങ്ങൾക്ക് ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രം കാണാൻ സാധിക്കും. നല്ല കിടിലൻ ലൊക്കേഷനാണ് കേട്ടോ. നമുക്ക് അടുത്ത് ചെന്ന് നോക്കിയാലോ. എന്ത് ഭംഗിയുള്ള കാഴ്ച. ഇപ്പോൾ ഇവിടെ മൊത്തം സൈലൻ്റ് ആണ് കേട്ടോ. കാരണം എല്ലാ ദിവസവും ഇവിടെ നിന്ന് ആളുകൾ അങ്ങനെ വന്ന് പോകുന്ന സ്ഥലമല്ല. അത്യാവശ്യം അടുത്തുള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് അറിയുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങളിങ്ങനെ ഒന്ന് ഫ്രീ ആയിരിക്കുമ്പോൾ നമ്മുടെ ആദനാട് മലയൊക്കെ ഒന്ന് കയറി ഇറങ്ങാൻ ശ്രമിക്കുക. ഇത് ഇവിടുത്തെ എന്താ പറയുക, അവരുടെ ഓഫീസും മറ്റുള്ള സാധനങ്ങളും ശേഖരിച്ച് വയ്ക്കാനുള്ള ബിൽഡിംഗ് ആണ്. ഇവിടെ നിങ്ങൾക്ക് അയ്യപ്പൻ വിളക്കിനായിട്ട് ഒരുക്കത്തിനായിട്ടുള്ള മുളകളും പന്തലിൻ്റെ സാധനങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പ്രശസ്തമായ ആദനാട് അയ്യൻ്റെ അല്ലെങ്കിൽ ആദനാട് അയ്യപ്പൻ്റെ മലമുകളിലുള്ള ക്ഷേത്രം. ഈ ക്ഷേത്രമൊക്കെ പുതുക്കിപ്പണിതാണ് കേട്ടോ. സത്യത്തിൽ പണ്ട് കാലത്തൊക്കെ വളരെ കുഞ്ഞൊരു ക്ഷേത്രമായിരുന്നു. നല്ല ഭംഗിയാണ് ഇവിടെ. ആദ്യം നമുക്ക് അമ്പലം ഒന്ന് കണ്ടതിന് ശേഷം ഇവിടെയുള്ള മറ്റുള്ള പുറം കാഴ്ചകൾ കാണിച്ചു തരാം കേട്ടോ. നമുക്കേ ഷൂവൊക്കെ അഴിച്ചിട്ടിട്ട് അങ്ങ് അകത്തേക്ക് കയറാം കേട്ടോ. കാരണം അത്ര വൃത്തിയായി വെച്ച ഒരു അമ്പലവും പരിസരവും അല്ലേ, നമുക്കത് കേടുവരുത്താൻ തോന്നുന്നില്ലല്ലോ. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ. പടിക്കെട്ടൊക്കെ അതിവൃത്തിയായി പെയിൻ്റൊക്കെ അടിച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അയ്യപ്പൻ്റെ അമ്പലമാണ്. അയ്യപ്പൻ എങ്ങോട്ടാണ് നോക്കി നിൽക്കുന്നത് നോക്കിയോ.
ഇത് വടക്ക് ഭാഗമാണ്, അതാണ് എൻ്റെ വിശ്വാസം. വടക്കോട്ടാണ് നമ്മുടെ ഇവിടുത്തെ അയ്യപ്പൻ നോക്കി നിൽക്കുന്നത്. നല്ല കാഴ്ചയല്ലേ. ഇവിടെ തന്നെ ഞങ്ങൾക്കൊരു പുറ്റും കാണാൻ സാധിക്കും. ഇതെല്ലാം അയ്യപ്പൻ വിളക്ക് ദിവസം ഇവിടെ അലങ്കരിച്ചിട്ടുണ്ടാവും കേട്ടോ. ആതനാട് മലയിലെ അല്ലെങ്കിൽ ആതനാട് കുന്നിലെ പ്രധാന പ്രതിഷ്ഠ നമ്മുടെ തത്വമസിയാണ്, അയ്യപ്പ സ്വാമിയാണ്. നല്ല മനോഹരമായി തന്നെ നല്ല വൃത്താകൃതിയിലുള്ള ഒരു പ്രധാന ക്ഷേത്രമാണ് നമ്മുടെ ആതനാട് അയ്യൻ്റെ ക്ഷേത്രം. എത്ര ഭംഗിയായിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കി, നല്ല വൃത്തിയായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിമനോഹരമായ നമ്മുടെ നെന്മാറ വല്ലങ്ങി പട്ടണം കാണാൻ സാധിക്കും. ഇത് പട്ടണം മാത്രമല്ല, ഒരു കിടിലൻ ഗ്രാമം കൂടിയാണ് അല്ലേ. നെന്മാറ വല്ലങ്ങി വേലയെല്ലാം കഴിക്കുന്ന ആ വേല പറമ്പാണ് ഈ കാണുന്നത്. ഈ പച്ചപ്പ് എത്ര നീളത്തിലാണ് കണ്ടോ. അവിടെ നിന്ന് അങ്ങ് ദൂരെ നെന്മാറ ബസ് സ്റ്റാൻഡും അങ്ങ് ദൂരെ ആലത്തൂരും മേലാറുകൂടൊക്കെയാണ് ഈ കാണുന്നത്. ഇത് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ചേരാമംഗലം, അങ്ങനെ പാലക്കാട് പോകുന്ന റൂട്ട്. ഇവിടെ വല്ലങ്ങി ടൗണും ബൈപ്പാസ് റോഡും ആണ് കേട്ടോ. ഈ കാണുന്നത് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, നെല്ലിപ്പാടം. ഇത് നെടുങ്ങോട്, വാക്കോട് എന്നൊക്കെ പറയും. ഇതൊരു കിടിലൻ ആകാശ കാഴ്ചയാണ് അല്ലേ. എന്താ പച്ചപ്പ് നോക്കിയേ. നെൽവയലുകളാണ് കൂടുതലും കാണാൻ സാധിക്കുന്നത്, പിന്നെ തെങ്ങും തോപ്പുകളും. അയ്യപ്പൻ വിളക്കിന് വരുന്ന ആളുകളെല്ലാം ഇരിക്കും. ഇവിടെ എല്ലാം ഇങ്ങനെ നിരന്ന് ഇരുന്ന്, അവിടെ എല്ലാം തിട്ട് കെട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാം നിരന്ന് ഇരുന്ന് അങ്ങോട്ട് കാഴ്ചകളൊക്കെ നോക്കി ഇവിടെ കാലത്ത് മുതൽ വൈകുന്നേരം വരെയൊക്കെ സ്പെൻഡ് ചെയ്യാറുണ്ട്. കുട്ടികൾക്കൊക്കെ എപ്പോഴും ഇവിടെ വന്ന് പോകാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്നാക്സും ഒക്കെ കളിപ്പാട്ടങ്ങളൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും. ഇവിടുത്തെ മെയിൻ ആകർഷണം ഇവിടുത്തെ പൊരിയാണ്. ഒരുപാട് പൊരിക്കച്ചവടക്കാർ ഇവിടെയൊക്കെ ഉണ്ടാവും. അവരുടെ കയ്യിൽ നിന്ന് പൊരിയെല്ലാം വാങ്ങിച്ച് ഇവിടെ നിരന്നിരുന്ന് കാണുന്ന കാഴ്ച ഭയങ്കര രസമാണ് കേട്ടോ. എങ്ങനെയുണ്ട് നമ്മുടെ ആതനാട് കുന്നിൻ്റെ കാഴ്ച? സൂപ്പറല്ലേ. ഇവിടുത്തെ ഈ അയ്യപ്പൻ വിളക്കിൻ്റെ അന്തരീക്ഷം ഒന്ന് ഊഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറമാണ്. എന്ത് രസമായിരിക്കും അല്ലേ. ആ അയ്യപ്പൻ്റെ പാട്ടും ഇവിടെ കഥന വഴിപാടൊക്കെ ഉണ്ട്, അതിൻ്റെ ശബ്ദവും ജനങ്ങളുടെ ശബ്ദവും അയ്യപ്പ വിളിയെന്നുള്ള ആ ഭക്തരുടെ ആ പ്രാർത്ഥനയോടുകൂടിയുള്ള അയ്യപ്പനെ വിളിക്കുന്നതും എന്ത് ഭംഗിയായിരിക്കും. ക്ഷേത്രത്തിന് മുൻവശത്തായിട്ട് തന്നെ നല്ലൊരു ആലുമരമുണ്ട് കേട്ടോ. അതിൽ നിന്ന് വരുന്ന കാറ്റാണ് ഞങ്ങൾക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നത്. എന്താ കാഴ്ച. അയ്യപ്പനെ കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ഉപപ്രതിഷ്ഠകളും ഉണ്ട് കേട്ടോ. ക്ഷേത്രത്തിന് പുറകിലായിട്ട് ഈ പടിക്കെട്ട് ഇറങ്ങി താഴെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു കിണറും കാണാൻ സാധിക്കും കേട്ടോ. എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇവിടെ അയ്യപ്പൻ വിളക്കിന് വന്നു കഴിഞ്ഞാൽ ഈ കിണർ ഇങ്ങനെ കെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇതൊരു 2010 കാലഘട്ടത്താണ് ഇവിടെ ഇങ്ങനെയൊക്കെ നല്ല ഭംഗിയിൽ പുതുക്കി പണിതിരിക്കുന്നത്. പറഞ്ഞാൽ വിശ്വസിക്കില്ല. നോക്കിയേ, മലമുകളാണ്. മലമുകളിലുള്ള ഈ കിണറിൽ ഇപ്പോഴും നിറയെ വെള്ളമുണ്ട്. ശാസ്ത്രീയമായി നല്ല ഉറവയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അധികവും എല്ലാ കാലഘട്ടത്തും ഇവിടെ വെള്ളം ഉണ്ടാകും കേട്ടോ. ഈ സ്വർണ്ണ പുഷ്പ മരക്കൂട്ടത്തിൻ്റെ അടിയിൽ നമ്മുടെ ആതനാട് അയ്യൻ ഇങ്ങനെ തണലും പറ്റി സുഖിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആതനാട് മലയും അല്ലെങ്കിൽ ആതനാട് കുന്നും ഇവിടുത്തെ അയ്യനും അല്ലെങ്കിൽ നമ്മുടെ അയ്യപ്പ സ്വാമിയുടെയും ചരിത്രം നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക കേട്ടോ. കാരണം ഞാൻ നെന്മാറക്കാരനാണെങ്കിൽ പോലും ആതനാട് മലയെക്കുറിച്ചും ഇവിടുത്തെ അയ്യപ്പൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചിട്ടുള്ള ചരിത്രമൊന്നും എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് ഇവിടുത്തെ ചരിത്രത്തെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് തരണം കേട്ടോ. ആതനാട് കുന്നിൻ്റെ മുകളിലും വാവര് സ്വാമി ഉണ്ട് കേട്ടോ. ഈ വശത്ത് നെന്മാറ വല്ലങ്ങി അല്ലേ, മറുവശത്ത് എന്തായിരിക്കും, നമുക്ക് അവിടെ ചെന്നൊന്ന് നോക്കാം കേട്ടോ. അങ്ങനെ ആതനാട് അയ്യൻ്റെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകിലായി കാണുന്ന ഭാഗത്തേക്കാണ് കേട്ടോ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നെല്ലിയാമ്പതി മല നിരകളാണ് കേട്ടോ കാണുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് സൂം ചെയ്തിട്ടൊരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. എത്രത്തോളം ക്ലിയർ ആകും എന്നുള്ളതിൽ എനിക്ക് ഉറപ്പൊന്നുമില്ല. ആ ദൂരെ ആ നേർത്ത വെള്ള വര ഈ കാണുന്നില്ലേ, അതാണ് നമ്മുടെ പോത്തുണ്ടി ഡാമും അണക്കെട്ടും.
നല്ല കിടിലൻ കാഴ്ചയല്ലേ ഇവിടെ നിന്ന് കാണുന്നത്. അങ്ങനെ നമ്മൾ നെന്മാറ ആതനാട് കുന്നിലുള്ള അയ്യപ്പ ക്ഷേത്രവും പരിസരത്തിലും ഉള്ള കാഴ്ചകളെല്ലാം കണ്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ കരിമ്പനപ്പട്ടയിൽ നിന്നുമുള്ള ആ കാറ്റും കൊണ്ട് നമ്മൾ തിരികെ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മളിപ്പോൾ ആതനാട് കുന്ന് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് പകുതി സ്ഥലം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. കയറുന്നതിനേക്കാളും എന്തൊരു സുഖമാണല്ലേ ഇറങ്ങാൻ. ക്ഷീണവുമില്ല, തളർച്ചയില്ല, ഒന്നുമില്ല. പക്ഷേ ഇത് നല്ലൊരു അനുഭവമാണ്. ആതനാട് മല വന്ന് കയറി ഇറങ്ങിപ്പോകുന്നത് ഒരു കിടിലൻ അനുഭവമാണ് കേട്ടോ ഫ്രണ്ട്സ്. കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു ആതനാട് മല കയറി ഇങ്ങനെ ഇറങ്ങണം എന്നുള്ളത്. ഒരു ഭയങ്കരമായ വൈബാണ് കേട്ടോ. ഈ കാടും ഈ പരിസരവും കണ്ടില്ലേ. പെട്ടെന്ന് നമുക്ക് വന്നു പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ആതനാട് കുന്ന് അല്ലേ. അപ്പോൾ ഞാൻ ഈ ലൊക്കേഷനും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഇടാം കേട്ടോ. ഒന്നുമില്ല, നെന്മാറയിൽ വന്നു കഴിഞ്ഞാൽ ആരടുത്ത് ചോദിച്ചാലും പറഞ്ഞു തരും. ആതനാട് അയ്യപ്പൻ്റെ അമ്പലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരും. നിങ്ങൾക്ക് കാലത്ത് വരികയാണെങ്കിൽ വരാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ നല്ല സുഖമായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. കയ്യിലൊരു ടോർച്ചൊക്കെ കരുതുന്നത് വളരെ നന്നായിരിക്കും. വെള്ളം കൊണ്ടുവരിക. ഓക്കെ, പ്ലാസ്റ്റിക് കുപ്പിയിൽ മാത്രം കൊണ്ടുവന്നാലും ആ കുപ്പി ഇവിടെ കളയാതെ നോക്കുക. സൂക്ഷിച്ച് കയ്യിൽ തന്നെ വയ്ക്കുക. എന്തായാലും കിടിലൻ ലൊക്കേഷനാണ്. ഇതുപോലത്തെ ഒരു ലൊക്കേഷൻ വീഡിയോ ഇനിയും അടിപൊളി എന്ന ചാനലിൽ വരുന്നതാണ് കേട്ടോ. ബൈ ഫ്രണ്ട്സ്. ഇതുപോലത്തെ നിങ്ങളുടെ നാട്ടിലും നല്ല നല്ല ലൊക്കേഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ വന്ന് ലൊക്കേഷൻ ഷെയർ ചെയ്യുക. ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ നിങ്ങളെയും കോൺടാക്റ്റ് ചെയ്ത് നിങ്ങളുടെ കൂടെ ആ ലൊക്കേഷനും ഇതുപോലെ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അടിപൊളി എന്ന ചാനലിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലും എഴുതുക കേട്ടോ. കൂടാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ. പിന്നെ ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്തോളൂ. ഓക്കെ, സോ അൺടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം നിഖിൽ വിജയൻ ഫ്രം അടിപൊളി ചാനൽ. ബൈ.